ഹലോ അപ്പം നമ്മുടെ വണ്ടി ഇതാ പുറം ഇരിപ്പുണ്ട്. വണ്ടിക്കകത്ത് കുറച്ച് പണി ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് മോഡിഫിക്കേഷൻ, ചെറിയൊരു മോഡിഫിക്കേഷൻ ഗൈസ്. ഇത് MD അറിയാലോ, വെർഷൻ 2 ആണ് കേട്ടോ. ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോണം. നമ്മുടെ കേരളത്തിലെ കണ്ടില്ലേ, ഫുള്ള് ചെളിയാണ്. നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ മഴ ഇടയ്ക്ക് ഇങ്ങനെ പെയ്യും, ഒരു ചെറിയ വെള്ളം മതി, വണ്ടി പെട്ടെന്ന് ഇത് കണക്ക് ചെളി അടിച്ച്. ഇപ്പോൾ കഴിവിട്ട് ഒത്തിരി ദിവസമൊന്നും ആയില്ല, അപ്പോൾ തന്നെ ചെറിയ വെള്ളത്തിൽ കൂടെ പോയാൽ എങ്ങനെ വലിയ സൈലൻസറിൻ്റെ അടുത്ത് കൂടെ എല്ലാം നല്ലൊരു ചെളി അരച്ച് വീഴും. ഐസാണ് മാറാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്നാണ്ട് ഈ ബാക്കിലത്തെ നമുക്കിതൊന്ന് മാറ്റാനാണ് ഈ നമ്പർ പ്ലേറ്റ് വെക്കുന്നത്. പിന്നെ ഈ ഒരു ഫ്രണ്ടിലെ നമ്മുടെ റേഡിയേറ്ററിൻ്റെ റേഡിയേറ്ററിലെ ആ സാധനം അതിൻ്റെ ഗ്രില്ലാണ്, അത് രണ്ടുമാണ്. ഇതൊക്കെ നമ്മൾ വണ്ടി കിട്ടിയപ്പോഴേ മാറ്റിയാണ്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ നമ്മൾ മേടിച്ച് വെച്ചു. പിന്നെ ഇതൊരു സേഫ്റ്റിക്ക് ഇതാണ്ട് ഈ ഒരു വലിയ ഗുണമുള്ളതൊന്നും അല്ല കേട്ടോ. ഇത് ഇച്ചിരി കൂടെ ക്വാളിറ്റി ഉള്ള മേടിക്കണം, ഈ ടൈപ്പ് മേടിക്കാതിരിക്കാൻ നല്ലത്. അതായത് ഇത് മൊത്തം 3 ഐറ്റം ഉണ്ട്. ഇതിനകത്ത് വേറെ സാധനം കൂടെ ഉണ്ട്. അത് നമ്മുടെ ഇതാണ്ട് ഈ കീയുടെ ഹോള്, അവിടെ കീക്കൊരു ഹോളുണ്ട്, സീറ്റ് തുറക്കുന്നത്, അതടയ്ക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ മേടിച്ചതെന്ന് വെച്ചാൽ ChatGPT എടുത്ത് ചോദിച്ചപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കുറേ സാധനങ്ങൾ കാണിച്ചെന്ന്, നല്ല ക്വാളിറ്റി ഉള്ള. നമ്മൾ അങ്ങനെ നോക്കി മേടിച്ചാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ സീറ്റ് അഴിക്കണം. അതേസമയം നമ്മൾ സീറ്റ് അഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് വൃത്തിയാക്കി കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ക്ലീനായിട്ടിരിക്കുന്നത്. നല്ല അഴുക്കായിരിക്കും, ഇവിടെയൊക്കെ നല്ല അഴുക്കായിരിക്കും. ഇനി ബാക്കിലത്തെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടെ 2-3 നെട്ടുണ്ട് കേട്ടോ, 1 2 3 അതഴിക്കണം. അത് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇനി ഇതഴിക്കണം. ഇതാണ് മെയിൻ കേട്ടോ. ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ജോയിൻ്റ് വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളത് കണക്ഷൻ വിട്ടു കൊടുക്കണം. അതാ ബാക്കിൽ നിന്ന് അതങ്ങനെ റിമൂവ് ചെയ്തു. അതുകൊണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ വയർ നമ്മൾ ഊരി കഴിഞ്ഞാൽ അത് ഇങ്ങനെ വലിച്ചിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ ഇവിടെ ഒരു ലോക്കാണ്, നമ്മൾ ഇത് ഊരി എടുത്താൽ മതി. ഇതിൻ്റെ ലോക്കുണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ ലോക്കിൻ്റെ ക്ലിപ്പ്, അതങ്ങ് ഊരിയെടുക്കുക. ഇൻഡിക്കേറ്റർ ഇതാ ഇങ്ങനെ തെള്ളി എടുക്കണം കേട്ടോ, വല്ല പിടിക്കുന്നു നോക്കി സാവധാനം എന്താ ഇങ്ങനെ തെള്ളി ഇങ്ങനെ എടുത്താൽ മതി, സാധനം ഇങ്ങനെ വരും. ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ മേടിച്ച സാധനം സെറ്റ് ചെയ്യുവാണ്. ആ ഊരി അതേപടി ഇതിനകത്തോട്ട് തന്നെ സെറ്റ് ചെയ്താൽ കേട്ടോ. ആ സെയിം പ്രൊസീജിയറാണ് പറയും. ഫുൾ ലൂസ് ഉണ്ട് കൈസ്. അപ്പം നമ്മൾ ടേപ്പ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ചെറിയ ലൂസ് ഉണ്ട്, ടേപ്പ് വെച്ച് സെറ്റ് ചെയ്യുക. ഒട്ടിച്ച് തൽക്കാലത്തേക്ക് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേണ്ട എല്ലാം സെറ്റ് ചെയ്തത് 10-ൻ്റെ നെറ്റാണ് കേട്ടോ. 10-ൻ്റെ നെറ്റ് അങ്ങോട്ട് പറഞ്ഞ് ഇടുക. ചെയ്തോ ഒരെണ്ണം ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്തു. പിന്നെ അതാണ്ടേ ഈ മെയിൻ സാധനമാണിത്, അല്ലെങ്കിൽ നമ്മുടെ ഈ സീറ്റിൻ്റെ ലോക്ക് പണിയാവും. അതുകൊണ്ട് നമ്മൾ അതും മേടിച്ചിട്ടുണ്ട്. അതിങ്ങനെ വെച്ചങ്ങ് സെറ്റ് ചെയ്താൽ അപ്പം അത്രയ്ക്ക് ചെയർ അങ്ങോട്ട് തെറിച്ച് കയറത്തില്ല. അതിനുള്ളതാണിത്. വെച്ചിട്ട് വേണം ഈ ഷോട്ട് കയറി ഇച്ചിരി പുറത്തോട്ട് പോകണം. അത് അഡ്ജസ്റ്റ് ചെയ്താൽ ഇനി നമ്മൾ കണക്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് വെച്ച് ഓക്കെ. നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലോക്ക് സെറ്റും കൂടെ മുറുക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ വേണ്ട ആ ഗ്രില്ല് വെക്കാനുള്ള നമ്മൾ ഊരുവാണ്. നമ്മൾ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വൃത്തികേടുണ്ടായിരുന്നു വൈറ്റ്. ഇത് വെക്കുമ്പോൾ നമുക്കൊരു എന്തോന്ന് വേണം കേട്ടോ, നമ്മുടെ ടാഗ് വേണം. ടാഗ് ഇട്ടാലേ ഈ സാധനം ഒരു സൈഡിൽ സപ്പോർട്ടൊന്നുമില്ല, അപ്പം നമ്മളൊരു സേഫ്റ്റിക്ക് ടാഗ് ഇടുകയാണ്. കിടന്ന് അടിക്കാൻ സൗണ്ട് കേൾക്കാൻ വഴിയുണ്ട്. ആ സൈഡ് അപ്പുറത്തെ സൈഡ് സെറ്റാണ്, ഈ സൈഡേ ഉള്ളൂ. അപ്പോൾ ടാഗ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പക്കാവും. ഒന്നും നോക്കണ്ട, നമ്മളൊരു ടാഗ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചാണ്. നമ്മൾ വേണ്ട എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, അതിട്ടു. ഇതൊക്കെ നമ്മൾ നേരത്തെ വെച്ചായിരുന്നു കേട്ടോ. പിന്നെ വേണ്ട ഗ്രില്ലും ഇട്ടു, എല്ലാം സെറ്റ് ചെയ്ത്. ഇപ്പോൾ എങ്ങനെയുണ്ട് ലുക്ക്? പഴയതിനെക്കാട്ടി വണ്ടി ഭയങ്കര ചെറുതായി കേട്ടോ, നല്ല ചെറുതായിട്ടുണ്ട്. ഉണ്ട് നമ്മളെ ഈ അടപ്പ് വെച്ചേക്കുന്നത് പെർഫെക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് കണ്ട. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കീ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ടൈറ്റ് ചെയ്തും കൊടുക്കാം, സ്ക്രൂ ഇരിക്കുന്നതുകൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഗൈസ് അപ്പോൾ കുറേ നേരത്തെ പണിക്ക് ശേഷം നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ എന്തോന്ന് വെച്ചാൽ പറഞ്ഞുതരാം. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, ചില ഉടായ്പ പരിപാടിയൊക്കെ ചെയ്യണം, എന്നാലേ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.